പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭംഗിയുള്ള തിരുത്തലുകൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. തിരുത്തലുകളില്ലാത്തത് കൊണ്ട് തന്നെ തെറ്റിപ്പോകുന്ന കുഞ്ഞുമക്കള് നമ്മളെ വേദനിപ്പിച്ചു തുടങ്ങണ്ടേ? അപ്പനെ എടാന്ന് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പനും അമ്മയൊക്കെയല്ലേ? എന്തുകൊണ്ടാണ് പറയാൻ മടിക്കുന്നതും അല്ലെങ്കിൽ പേടിക്കുന്നതും? ഇതുപോലെ ഓരോന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് നോക്കി പറഞ്ഞെന്നേ ഉള്ളൂ. ഭംഗിയുള്ള തിരുത്തലുകൾ ആവശ്യമല്ലേ? എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യപുത്ര, നിന്റെ ഗോത്രത്തിൽ ഒരുവൻ തെറ്റ് ചെയ്യുകയും അവൻ ആ തെറ്റിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. നീ നിന്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. തിരുത്താനായിട്ട് നിയോഗം ഉണ്ടെന്ന് തന്നെ പറയണേ. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റുള്ളൂ. ഒരാൾ തെറ്റിൽ ജീവിക്കുകയും അവൻ ആ തെറ്റിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. ഡിപ്ലോമാറ്റിക്കായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു തിരുത്തു കൊടുക്കാനായിട്ടുള്ള മനുഷ്യരില്ലാതെ പോകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒരാളും ഒന്നും സത്യം പറയണില്ല. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനായിട്ട് ഒരാൾക്കും ധൈര്യമില്ലാത്തത് കൊണ്ടോ, ഞാൻ പറയാനായിട്ട് എനിക്ക് യോഗ്യതയില്ല എന്നുള്ള അമിത വിനയം കൊണ്ടോ എന്തുകൊണ്ടോ തിരുത്തലുകൾ നടക്കണില്ല. കൂടെയുള്ളവരെ തിരുത്താനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വഴികാട്ടികളാണ് നമ്മളെ. ശരിയായ വഴിയിലൂടെ നടത്താനായിട്ട് ബാധ്യതയുള്ളവർ കണ്ണടച്ച് കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നേരിൻ്റെ വഴിയിലൂടെ ഒരു പുതിയ തലമുറ നടന്നു പോവുക? കർത്താവെ, അങ്ങയിലേക്കുള്ള വഴിയിലൂടെ തിരിച്ചുവിടാനായിട്ടുള്ള നിയോഗം ഞങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ചില ഗുരുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പുഴയിലൊഴുകുന്ന ഇലയെ വെറുമൊരു കമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് ദിശ നിർണയിച്ചു കൊടുക്കുന്ന ഗുരുക്കന്മാരെ പറ്റിയിട്ട്. വെള്ളം കലക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശോദ പറയണത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് ചെറുതായിട്ടൊന്ന് ദിശ തട്ടിക്കൊടുത്താൽ അത് ആ വഴിക്ക് നീങ്ങുമല്ലോ. വിചിന്തന പുസ്തകത്തിൽ ഒരു ചെറിയൊരു കഥ പോലെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു വളഞ്ഞ മരം കാണുന്നു. അയാൾ പറയുന്നു, എന്തൊരു മോശപ്പെട്ട മരമാണിത്, ഹൗ അഗ്ലി ഇറ്റ് ഈസ്. എന്നാൽ വേറൊരു മനുഷ്യൻ അത് കാണുന്നുണ്ട്. അയാൾ ജ്ഞാനിയായിരുന്നു. അയാൾ ഈ വളഞ്ഞ മരത്തിന് ഒരു കമ്പ് കുത്തി ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട്. കുറച്ചു കാലം കൊണ്ട് ആ മരം നേരെ നിൽക്കുന്നുണ്ട്. ഈ ഒരു താങ്ങ് ആവശ്യമുണ്ട്. ശരിയായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, നീ നിൻ്റെ അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാവും. മക്കളെ നേർവഴിയിൽ നടത്താൻ നിൻ്റെ നാവിൽ സദ്വചനങ്ങൾ വരണം. പക്ഷെ എന്നിട്ട് നമുക്ക് തിരുത്താൻ മടിയ. വിധിക്കരുതെന്നുള്ള കർത്താവിൻ്റെ വചനം അനുസരിച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നാണ് ന്യായം പറച്ചിൽ. അല്ലെങ്കിൽ അവനെ തിരുത്താനായിട്ട് എനിക്കെന്ത് അവകാശം, എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുന്നല്ലോ എന്നാണ് പറയണേ. കർത്താവ് തന്നെ പറയുന്നുണ്ട് തിരുത്തണമെന്നേ. അതൊരാളെ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഒരാൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തിരുത്തലുകളൊക്കെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിൻ്റെ കാരണം അവനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്യുന്നതെന്നുണ്ടോ. പള്ളിയിലിരുന്ന് കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നു മിണ്ടായിരിക്കണോ, പിന്നെയും അവൻ മിണ്ടാതിരിക്കാതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളവനെ ശിക്ഷിക്കുന്നത് അവൻ ശരിയായില്ലല്ലോ എന്നുള്ള പ്രയാസം കൊണ്ടല്ല, എൻ്റെ വാക്കവൻ ധിക്കരിച്ചു എന്നുള്ള
എൻ്റെ ഈഗോ ഹേർട്ടായതുകൊണ്ടാണ്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ? അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയണതെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കും, അവൻ തിരിച്ചു വരും, മിണ്ടാതെ ഈശോയുടെ സന്നിധാനത്തിൽ ഇരിക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ സ്വന്തം ഈഗോ ഹേർട്ടാവാതെ പലതവണ ഇങ്ങനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചും മുറിപ്പെടാതെ ശാസിച്ചും മുന്നോട്ട് നയിച്ച് തിരുത്തിയുമൊക്കെ ഉണ്ടായിരുന്ന ചില ഗുരുക്കന്മാരെ നമ്മൾ ഇന്നും നെഞ്ചി കൊണ്ടു നടക്കണ്ട്. തല്ലാതെയും ഒച്ചപ്പാടുണ്ടാക്കാതെയും മുറിപ്പെടുത്താതെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിശ്ചയിച്ച ചില ആളുകൾ തള്ളിക്കളയരുതെന്ന കർത്താവ് അവസാനം പറയണേ. നിങ്ങൾ സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. കർത്താവിനെ വിജാതീയരും ചുങ്കക്കാരും എങ്ങനെയായിരുന്നു ആലോചിച്ചിട്ട് വേണം ഇത് തള്ളിക്കളയാൻ വേണ്ടി കർത്താവ് പറഞ്ഞതാണെന്ന് വെറുതെയെങ്കിലും പറയാനായിട്ട്. കർത്താവിന് വിജാതീയരും ചുങ്കക്കാരും തിരിച്ചു പിടിക്കേണ്ട മനുഷ്യരായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണല്ലോ കർത്താവ് ഇങ്ങനെ കുരിശി കയറണത്. അങ്ങനാണെങ്കിൽ അവരെ തള്ളിക്കളയാനല്ലേ, ഇവർ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. പലതവണ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തു തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനമൊന്നും നടപടിയാകുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കോൺവെൻറ്റിനുള്ളിലെ ഒരു കൊച്ചു കന്യാസ്ത്രീയുടെ പ്രാർത്ഥന കൊലമരത്തിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു കുറ്റവാളിയെ മാനസാന്തരത്തിലേക്ക് എൻ്റെ വഴിയിലേക്ക് നയിച്ചതായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ സ്വന്തം ജീവിതാനുഭവമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഓർക്കണം, ഇതൊന്നും വെറുതെ ആവില്ല. അങ്ങേയറ്റത്ത് നിന്ന് പോലും മനുഷ്യരെ തിരിച്ചു പിടിക്കാനായിട്ട്, തിരുത്താനായിട്ട്, നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് പറ്റും. തിരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ഒഴിഞ്ഞു മാറാതെ മുഴുവൻ മനസ്സോടുകൂടെ മുറിപ്പെടുത്താതെ തിരിച്ചെടുക്കാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ മറ്റുള്ളവരെ ഒന്ന് നമുക്ക് അവരുടെ ജീവിതത്തിലൊന്ന് ഇടപെട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. അവരുടെ ജീവിത വഴികളിൽ തെറ്റിപ്പോകുന്നിടങ്ങളിൽ ഒരു നേർവഴി വരച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. ശരിക്കുള്ള ചൂണ്ടുപലകകളായിട്ട് വഴി കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. കർത്താവെ, ഞങ്ങളെ അതിനായി അങ്ങ് ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ വെളിച്ചത്തിന് വേണ്ടി ആശീർവാദത്തിനായി നമുക്ക് മുന്നിൽ നിൽക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പ്രകാശം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും വചനത്തിൻ്റെ വെളിച്ചം കൊണ്ടും കൂടെയുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ, അവരെ അങ്ങയുടെ വഴിയിലേക്ക് തിരികെ നടക്കാൻ പ്രാപ്തരാക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന്, ഞങ്ങളെയും തെളിച്ചമുള്ളവരാക്കണമേ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അപേക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.